സകല മനുഷ്യരുടെയും പാവങ്ങൾക്കായി ക്രൂശിൽ മരിച്ച് അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ എല്ലാവർക്കും സ്നേഹവന്ദനം. ഒരിക്കൽ കൂടെ നമുക്കൊരുമിച്ച് കാണുവാൻ ദൈവം സഹായിച്ചതിനായി ദൈവത്തിന് നന്ദി പറയുന്നു. ഇന്നത്തെ വിഷയം എന്ന് പറയുന്നത് സ്വർഗത്തിലെ ഹൂറികളുടെ വിഷമമാണ്. സജീർ പുളിക്കൻ എന്ന മുഹമ്മദിയന് വളരെ വിഷമമാണ് ഇസ്ലാമിലെ സ്വർഗത്തിൽ 72 ഹൂറികളുടെ കാര്യത്തിൽ. 72 ഹൂറികളുടെ കാര്യത്തിൽ അദ്ദേഹത്തിന് വല്ലാത്ത വിഷമം കയറി വല്ല കടുങ്കയും ചെയ്യുമോ എന്ന് അല്ലാഹു ഭയപ്പെടുന്നുണ്ടോ എന്ന് ഞാനും ഭയപ്പെടുകയാണ്, അല്ലെങ്കിൽ സംശയിക്കുകയാണ്. സജീറിന് ആരോ ഒരു യൂട്യൂബിൻ്റെ അകത്ത് അല്ലെങ്കിൽ വീഡിയോ ചെയ്തതിൻ്റെ അകത്ത് 72 ഹൂറുകളെ പറ്റി പറഞ്ഞതിൽ സജീറിന് വല്ലാത്ത വിഷമവും ഭാരവും ബുദ്ധിമുട്ടും ഒക്കെ ഉണ്ടെന്ന് തോന്നിയിരുന്നങ്ങ് വെളുപ്പിക്കുകയാണ്. വെളുപ്പിക്കുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ അലക്കുകാർ നല്ല കാരമിട്ട് തുണി അടിച്ച് കഴുകി വെളുപ്പിച്ച് നമ്മുടെ കയ്യിലേക്ക് ഇസ്തിരി ഇട്ട് തരുന്ന പോലെ എങ്ങനെയെങ്കിലും തരാവോ നോക്കിയാൽ എൻ്റെ പൊന്ന് സജീറെ നടക്കുന്ന കാര്യമല്ല. കാരണം ഇസ്ലാമിക ലോകത്തെ 72 ഹൂറുകൾ നല്ല എത്ര ഹൂറുകളെ കിട്ടുമെന്നുള്ളതും അതെങ്ങനെയുള്ളവർക്കാണ് കിട്ടുന്നതെന്നുള്ളതും എല്ലാം കൊച്ചു കുട്ടികൾക്ക് വരെ ബോധ്യമായി തുടങ്ങി. പിന്നെ സജീർ ഇരുന്നുകൊണ്ട് ഈ ഹൂറുകളുടെ കാര്യത്തിൽ ഇങ്ങനെ വെളുപ്പിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ എങ്ങനെ ശരിയാകും സജീറെ? ഇനി വിഷയത്തിലേക്ക് വരാം. സജീർ ഒരു വീഡിയോയിൽ പറയുന്നത് ഖുറാനിലെ അർ-റഹ്മാൻ അതിലെ 72ാമത്തെ ആയത്ത് കണ്ടിട്ട് 72 ഹൂറുകൾ സ്വർഗത്തിലുണ്ടെന്ന് ഇസ്ലാമിക വിമർശകർ വിമർശിക്കുന്നു. 72 ഹൂറുകളുള്ള സ്വർഗമാണെന്നൊക്കെ പറഞ്ഞ് ഇസ്ലാമിൻ്റെ വിമർശകർ അങ്ങ് വിമർശനമാണ് എന്നൊക്കെ പറഞ്ഞ് അങ്ങ് കരയുവാണെന്ന് തോന്നും. വല്ലാത്തൊരു വിഷമമാണ്. എന്തൊക്കെയാണ് സ്വർഗത്തിൽ ഹൂറുകളുണ്ടല്ലോ, 72 ആണോ ഇല്ലയോ എന്ന് നമുക്ക് പിന്നീടൊന്ന് പരിശോധിക്കാം. അപ്പോൾ 72 ഹൂറുകളുള്ള സ്വർഗമാണ് ഇസ്ലാമിലെ സ്വർഗം, അല്ലെങ്കിൽ ഹൂറുകളില്ലാന്നാണോ സജീറിൻ്റെ അവകാശവാദം? ഉണ്ടെങ്കിലൊന്ന് പറയണേ. എന്തൊക്കെയാണ് സജീർ പറയുന്ന ആ വോയിസ് ഒന്ന് കേട്ടു നോക്കാം. സജീർ എന്താണ് പറയുന്നത് നമ്മളൊന്ന് കേൾക്കണമല്ലോ. വിശുദ്ധ ഖുർആനിലെ 55ാമത്തെ അധ്യായം സൂറത്ത് റഹ്മാനിലാണ് ഈ പറയുന്ന 72 ഞാൻ കണ്ടത്. അതുപോലെ തന്നെ ഹൂറികളെയും അവിടെയാണ് കണ്ടത്. നിങ്ങൾക്കിപ്പോൾ സ്ക്രീനിൽ കാണാൻ സാധിക്കും, 72 എന്നത് കാണാൻ സാധിക്കും. അവർ കൂടാരങ്ങളിൽ ഒരുങ്ങിക്കഴിയുന്ന ഹൂറികളാണ്. അപ്പോൾ ഇത് കണ്ടിട്ടാണ് ഇസ്ലാമിക വിമർശകർ ഇസ്ലാമിനെ ഇങ്ങനെ വിമർശിച്ചുകൊണ്ടിരിക്കുന്നത്. 72 ഹൂറികളുള്ള സ്വർഗത്തെ പറ്റിയൊക്കെ ഇങ്ങനെ അവർ ഇസ്ലാമിനെതിരെ സംസാരിച്ചു കൊണ്ടിരിക്കുന്നത് ഇത് കണ്ടിട്ടാണ്. പക്ഷേ ആ 72 കഴിഞ്ഞിട്ട് ഒരു ഡോട്ട് ഉണ്ട്, അതവർ ശ്രദ്ധിക്കില്ല. കാരണം അവർക്കത് ശ്രദ്ധിക്കേണ്ട കാര്യമില്ല. ആ 72 കഴിഞ്ഞ് ഡോട്ട് എന്ന് പറയുന്നത് അത് 72ാമത്തെ വചനമാണ് എന്ന് സൂചിപ്പിക്കുന്നതാണ് ആ ഡോട്ട്. അഥവാ 55ാമത്തെ അധ്യായം സൂറത്ത് റഹ്മാനിലെ 72ാമത്തെ വചനത്തിലാണ് പറയുന്നത്. ഇങ്ങനെ ഹൂറികളെ പറ്റി പറയുന്നത് 72ാമത്തെ വചനത്തിലാണ്, അതല്ലാതെ 72 ഹൂറികളുണ്ട് എന്നല്ല അവിടെ പറയുന്നത്. എന്തായാലും 72 ഹൂറികളുള്ള സ്വർഗം എന്നൊക്കെ പറഞ്ഞ് വിമർശിച്ചുകൊണ്ടിരിക്കുന്നവരെ ഞാൻ തിരുത്താൻ പോകുന്നില്ല. ഇത് ഇത്രാമത്തെ വചനത്തിന്റെ പേരാണ് 72 എന്നൊന്നും പറഞ്ഞ് ഞാൻ തിരുത്താൻ ശ്രമിക്കുന്നില്ല. കാരണം അതൊരു പാഴ്വേലയാണ്. അവരെ സംബന്ധിച്ച് 72 എന്നത് അവർക്ക് കിട്ടി. അതേ വചനത്തിൽ തന്നെ ഈ പറഞ്ഞ ഹൂറികളെ പറ്റി പറയുന്നുമുണ്ട്. അതുകൊണ്ട് തന്നെ അവരെ തിരുത്താൻ ശ്രമിച്ചിട്ട് കാര്യമില്ല. അവർ വീണ്ടും വീണ്ടും ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. 72 ഹൂറികളുള്ള സ്വർഗത്തെ പറ്റി ഇനിയും അവർ പറഞ്ഞുകൊണ്ടിരിക്കും. ഇനി എനിക്ക് പറയാനുള്ളത് വിശ്വാസികളോടാണ്. വിശുദ്ധ ഖുർആനിൽ 6000-ലധികം വചനങ്ങളുണ്ട്. അതിൽ നിങ്ങൾ ഒരിടത്ത് പോലും ഇത്തരത്തിൽ 72 ഹൂറുകളുള്ള സ്വർഗത്തെ പറ്റി ഒരിടത്ത് പോലും പറയുന്നത് നിങ്ങൾക്ക് കാണാൻ സാധിക്കില്ല. അതുപോലെ തന്നെ ഒരു സ്വഹീഹായ ഒരു ഹദീസിൽ പോലും ഇത്തരത്തിൽ 72 ഹൂറുകളുള്ള സ്വർഗത്തെ പറ്റി പറയുന്നത് നിങ്ങൾക്ക് കാണാൻ സാധിക്കില്ല. വിശുദ്ധ ഖുറാനിലോ ഹദീസിലോ ഒന്നും ഇല്ല എന്നാണ് പറയുന്നത്. കർത്താവ് അനുവദിച്ചാൽ നമുക്ക് ഹദീസ് എടുക്കാം. ഇപ്പം നമുക്ക് ഖുറാൻ്റെ അകത്ത് എന്തൊക്കെയാണ് ഇസ്ലാമിലെ സ്വർഗത്തിൽ കിട്ടുന്നതെന്ന് നോക്കാം. സംഭവം അതിൻ്റെ 21 പറയുകയാണ്, അവർ കൊതിക്കുന്ന തരത്തിലുള്ള പക്ഷിമാംസം ലഭിക്കുമെന്നാണ് പറയുന്നത്. അവർ കൊതിക്കുന്ന തരത്തിൽപ്പെട്ട പക്ഷിമാംസം ലഭിക്കും. നമുക്കൊന്ന് വായിക്കാം. അവർ കൊതിക്കുന്ന തരത്തിൽപ്പെട്ട പക്ഷിമാംസവും കൊണ്ട് അവർ ചുറ്റി നടക്കും. അവർ ചുറ്റി നടക്കും എന്നുള്ളത് ബ്രാക്കറ്റാണല്ലോ. അപ്പോൾ സ്വർഗത്തിൽ ചെല്ലുന്നവർക്ക് അവർ കൊതിക്കുന്ന തരത്തിലുള്ള പക്ഷിമാംസം കിട്ടും. അപ്പോൾ ഏത് പക്ഷിയും കിട്ടും. അവരെന്താണോ കൊതിക്കുന്നത് ആ കൊതിക്കുന്ന പക്ഷിമാംസം കിട്ടും. ശരിയല്ലേ? ഈ ഹൂറികളുടെ അടുത്തോട്ടൊക്കെ ചെല്ലുമ്പോൾ പക്ഷിമാംസമൊക്കെ കഴിച്ച് ഒരു ശകലം ബലപ്പെട്ടൊക്കെ വേണ്ടേ സജീറ ചെല്ലാൻ? അതിൻ്റെ ആയിരിക്കാം അല്ലേ? ഇനി അതിൻ്റെ 22 പറയാം, അവർ കൊതിക്കുന്ന തരത്തിലുള്ള മാംസങ്ങളൊക്കെ ലഭിക്കുമെന്നാണ് പറയുന്നത്. എല്ലാ മാംസവും ലഭിക്കട്ടെ, നല്ല കാര്യമാണ്. കാരണം ഉഷാറോടുകൂടി നിൽക്കണമല്ലോ. അപ്പോൾ തോറിൻ്റെ 22 പറയാണ്, അവർ കൊതിക്കുന്ന തരത്തിലുള്ള പഴവും മാംസവും നാം അവർക്ക് അധികമായി നൽകുകയും ചെയ്യും. അപ്പം അവർ ആഗ്രഹിക്കുന്ന കണക്ക്, സജീറൊക്കെ അവിടെ ചെന്ന് ആഗ്രഹിക്കുന്ന കണക്ക് അതൊക്കെ ലഭിക്കുമെന്നാണ് പറയുന്നത്. ഇനി ഇറച്ചിയുടെ കാര്യമാണ്. അപ്പോൾ ഇനി ഇറച്ചിയൊക്കെ മാംസം. ഇനി പഴങ്ങളുടെ കാര്യത്തിലേക്ക് തിരിയാം.
വിവിധ തരം പഴവർഗ്ഗങ്ങൾ അവർ ആദരിക്കപ്പെടുന്നവരായിരിക്കും. അപ്പം വിവിധ തരം പഴവർഗ്ഗങ്ങൾ അവിടെ ലഭിക്കും. അപ്പം പഴവർഗ്ഗങ്ങളെല്ലാം ഓക്കെ ആയി. അപ്പം മാംസം ഓക്കെ ആയി, പഴവർഗ്ഗങ്ങൾ ഓക്കെ ആയി. ഇനി ഇപ്പം മാംസം അവിടെ റെഡിയായി, പഴവർഗ്ഗങ്ങളും റെഡിയായി. ഇനി അടുത്തത് സ്വർണ്ണത്തളികയിൽ പാനപാത്രങ്ങളും പഴങ്ങൾ ധാരാളമായൊക്കെ ഉണ്ടാകും എന്നാണ് പറയുന്നത്. സ്വർണത്തിൻ്റെ തളികയും പാനപാത്രങ്ങളും അവർക്ക് ചുറ്റും കൊണ്ട് നടക്കപ്പെടും. മനസ്സുകൾ കൊതിക്കുന്നതും കണ്ണുകൾക്ക് ആനന്ദകരവുമായ കാര്യങ്ങൾ അവിടെ ഉണ്ടായിരിക്കും. നിങ്ങൾ അവിടെ നിത്യവാസികളായിരിക്കുകയും ചെയ്യും. നിങ്ങൾ പ്രവർത്തിച്ചു കൊണ്ടിരുന്നതിൻ്റെ ഫലമായി നിങ്ങൾക്ക് അവകാശപ്പെടുത്തി തന്നിട്ടുള്ള സ്വർഗമത്രേ അത്. നിങ്ങൾക്കതിൽ പഴങ്ങൾ ധാരാളമായി ഉണ്ടാകും. അതിൽ നിന്ന് നിങ്ങൾക്ക് ഭക്ഷിക്കാം. സുവർണാലങ്കാരം 71 മുതൽ 73 വരെയുള്ള ഭാഗത്താണ് പറയുന്നത്. അപ്പോൾ സ്വർണത്തിൻ്റെ തളികയിൽ പാനപാത്രങ്ങളും അവർക്ക് ചുറ്റും കൊണ്ട് കിടക്കപ്പെടും. എന്താണ് സജീർ, എന്താണ് മുഹമ്മദീയരെ നിങ്ങൾക്ക് മനസ്സുകൾ കൊതിക്കുന്നതും കണ്ണുകൾക്ക് ആനന്ദകരമായ കണ്ണിന് ആനന്ദകരമായ കാര്യങ്ങളെല്ലാം അള്ളാഹു നിങ്ങൾക്ക് അവിടെ ഒരുക്കി വച്ചിരിക്കുകയാണ്. എല്ലാത്തരം കായികനികളും നിങ്ങൾക്ക് ലഭിക്കും. അടുത്തത് ഖുർആൻ്റെ അകത്ത് ഇത്രയും വിശദീകരണമൊക്കെ ഉണ്ടായിട്ടും സജീർ എന്തിനാണ് ഈ 72 ഹൂറികളുടെ അടുത്ത് പോയത്? ആ മുഹമ്മദിൻ്റെ 15 പറയാണ്, സൂക്ഷ്മതയുള്ളവർക്ക് വാഗ്ദാനം ചെയ്യപ്പെട്ടിട്ടുള്ള സ്വർഗത്തിൻ്റെ അവസ്ഥ എങ്ങനെയെന്നാൽ അതിൽ പകർച്ച വരാത്ത വെള്ളത്തിൻ്റെ അരുവികളുണ്ട്, രുചിഭേദം വരാത്ത പാലിൻ്റെ അരുവികളും കുടിക്കുന്നവർക്ക് ആസ്വാദ്യമായ മദ്യത്തിൻ്റെ അരുവികളും ശുദ്ധീകരിക്കപ്പെട്ട തേനിൻ്റെ അരുവികളുമുണ്ട്. അവർക്കതിൽ എല്ലാത്തരം കായികനികളുമുണ്ട്. തങ്ങളുടെ രക്ഷിതാവിങ്കൽ നിന്നുള്ള പാപമോചനവുമുണ്ട്. ഈ സ്വർഗവാസികളുടെ അവസ്ഥ നരകത്തിൽ നിത്യവാസികളായിട്ടുള്ളവനെ പോലെ ആയിരിക്കുമോ? അത്തരക്കാർക്കാകട്ടെ കൊടും ചൂടുള്ള വെള്ളമായിരിക്കും കുടിക്കാൻ നൽകുക. അങ്ങനെ അത് അവരുടെ കുടലുകളെ ഛിന്ന ഭിന്നമാക്കി കളയും. മുഹമ്മദിൻ്റെ 15. പാലിൻ്റെ അരുവികൾ, കുടിക്കുന്നവർക്ക് ആസ്വാദ്യമായ മദ്യത്തിൻ്റെ അരുവികളും ശുദ്ധീകരിക്കപ്പെട്ട തേനിൻ്റെ അരുവികളും അവർക്കതിൽ എല്ലാത്തരം കായികനികളുമുണ്ട്. തങ്ങളുടെ രക്ഷിതാവിങ്കൽ നിന്നുള്ള പാപമോചനം. അല്ല, ഈ സ്വർഗത്തിലും പാപമോചനവും അതാണ് മനസ്സിലാകാത്തത്. കാരണം പാപമോചനം എല്ലാം കഴിഞ്ഞ് ശുദ്ധീകരിച്ച് നിങ്ങൾ ചെയ്ത സകല പാപങ്ങളും യഹൂദൻ്റെയും ക്രിസ്ത്യാനിയുടെയും തലയിൽ വെച്ച് സ്വർഗത്തിലേക്ക് കയറിപ്പോയ നിങ്ങൾക്ക് സ്വർഗത്തിൽ ചെല്ലുമ്പോൾ പിന്നെയും പാപമോചനം. അതെന്താ? സ്വർഗത്തിൽ പാപമുണ്ടോ? ഇസ്ലാമിക സ്വർഗത്തിൽ ഊറുകളുണ്ടെന്ന് അറിഞ്ഞിട്ടുണ്ട്, മദ്യത്തിൻ്റെ പുഴ, പാലിൻ്റെ അരുവി എന്ന് വേണ്ട പല കാര്യങ്ങളും ഉണ്ടെന്ന്. ഇവിടെ പാപമോചനം കൂടെ ഉണ്ടോ സജീറെ? ഇത് കേൾക്കുന്ന ഏതെങ്കിലും ഒരു മുസ്ലിം പറയുവാണെങ്കിൽ നല്ലതായിരിക്കും. ഇനി പഴവർഗ്ഗങ്ങൾ വേറെ ഉണ്ട്, ഈന്തപ്പനകളുണ്ട്, റൂമാമ്പഴങ്ങളുണ്ട്. അത് പരമകാരുണികൻ 68 പറയാണ്, അവ രണ്ടിലും പഴവർഗ്ഗങ്ങളുണ്ട്, ഈന്തപ്പനകളും റൂമാമ്പഴവുമുണ്ട്. എന്താ വേണ്ടതല്ലേ മുഹമ്മദിയരെ നിങ്ങൾക്ക്? എല്ലാ കാര്യങ്ങളും കൊടുത്തിരിക്കുകയാണ്. മുള്ളില്ലാത്ത ഇലന്തമരം, ഉള്ളത് ഇല്ലാത്ത കാര്യമായി ഉണ്ടായിരുന്ന ചിലപ്പോൾ എന്തെങ്കിലും പ്രശ്നമൊക്കെ ഉണ്ടായേനെ. അടുക്കടുക്കായി കുലകളുള്ള വാഴ, വിശാലമായ തണൽ, എന്തൊക്കെയാ ഉള്ളത്. ഇത്രയൊക്കെ ഉണ്ടായിട്ട് ഈ ഹൂറികളുടെ കാര്യത്തിൽ മാത്രം എന്താണ് നിങ്ങൾ കയറി പിടിച്ചതാണ്? ഹൂറികളുടെ വിഷയത്തിലേക്ക് വരാം. അവിടെ 72 ഹൂറികൾ എന്ന് പറയുന്ന 72, അത് കഴിഞ്ഞൊരു വരയൊക്കെ ഉണ്ടെന്നൊക്കെ പറയുന്നുണ്ടല്ലോ. അപ്പോൾ ഹൂറികൾ ഇല്ല എന്നാണ് പറയുന്നത്. എത്ര ഹൂറികളെ കിട്ടുമെന്ന് സജീറിന് അറിയാവോ? അത് ഞാൻ പറയാം. അപ്പം ഞെട്ടിപ്പോകരുത് എത്ര ഹൂറികളെ കിട്ടുമെന്ന്. ഇവിടെ സംഭവം അതിൻ്റെ 28 മുതൽ 34 വരെ വായിക്കുകയാണെങ്കിൽ, മുള്ളില്ലാത്ത ഇലന്തമരത്തിനിടയിൽ അടുക്കടുക്കായി കുലകളുള്ള വാഴകൾക്കിടയിൽ വിശാലമായ തണലിൽ സദാ ഒഴുക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന വെള്ളത്തിനിടയിൽ ധാരാളം പഴവർഗ്ഗങ്ങൾക്കിടയിൽ നിലച്ചു പോകാത്തതും തടസ്സപ്പെട്ടു പോവാത്തതുമായ ഉയർന്ന മെത്തകളിൽ തീർച്ചയായും അവരെ സ്വർഗസ്ത്രീകളെ നാം ഒരു പ്രത്യേക പ്രകൃതിയോടെ സൃഷ്ടിച്ചുണ്ടാക്കിയിരിക്കുകയാണ്.
അങ്ങനെ അവരെ നാം കന്യകമാരാക്കിയിരിക്കുന്നു, സ്നേഹവതികളും സമപ്രായക്കാരും ആക്കിയിരിക്കുന്നു. വലതുപക്ഷക്കാർക്ക് വേണ്ടി അത്ര ഇത്. അപ്പോൾ ഇടതുപക്ഷവും മുസ്ലിം ലീഗിനും ഒന്നുമില്ല, BJP-ക്കാർക്കും ഒന്നുമില്ല. വലതുപക്ഷക്കാർക്ക് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇടതുപക്ഷക്കാർ കൂടെ നിൽക്കുന്നത് വെറുതെയാ. മുസ്ലിം ലീഗിലും കിട്ടത്തില്ല, BJP-ക്കാർക്ക് പിന്നെ നിങ്ങൾ ഒട്ടും കൊടുക്കത്തില്ലല്ലോ. അപ്പോൾ ഈ പഴവർഗ്ഗങ്ങൾക്കിടെ നിലച്ചു പോകാത്തതും തടസ്സപ്പെട്ടു പോകാത്തതുമായ സുഖങ്ങളാണവ. ഉയർന്ന മെത്തയിൽ ഈ സുഖാനുഭവങ്ങളിലായിരിക്കും അവർ എന്നൊക്കെ പറയുമ്പോൾ എൻ്റെ സജീറേ, എന്തൊക്കെയാണ് വലതുപക്ഷക്കാർക്ക് മാത്രം അതുള്ളത് കാര്യമായി. ഇടതുപക്ഷവും മുസ്ലിം ലീഗും എല്ലാവരും കൂടെ വന്നിരുന്നത് ചിലപ്പോൾ അവിടെ ആൾക്കാരുടെ എണ്ണം ആകെ പ്രശ്നം. അതുകൊണ്ടാണോ വലതുപക്ഷം എന്ന് മാത്രം പറഞ്ഞിരിക്കുന്നത്? ഈ വലതുപക്ഷവും ഇടതുപക്ഷവും എന്താണ് സജീറെ? അല്ലെങ്കിൽ അറിയാവുന്ന മുസ്ലിം ഒന്ന് പറയണേ, ഈ വലതുപക്ഷവും ഇടതുപക്ഷവും. ഇനിയും ധാരാളം സ്ഥലത്ത് ഇസ്ലാമിക സ്വർഗത്തിലെ പഴവർഗ്ഗങ്ങളെ പറ്റി വിവരണങ്ങളുണ്ട്. പിന്നെ എപ്പോഴും നഗ്നരായി തന്നെ ഇരുന്നാൽ കുറച്ച് നാൾ കഴിഞ്ഞ് ഇതൊക്കെ ബോറടിക്കും. മനസ്സിലായോ? എപ്പോഴും ഈ നഗ്നത കണ്ട് ഇങ്ങനെ ഇരുന്ന് കഴിഞ്ഞാൽ ബോറടിക്കുന്നതുകൊണ്ട് അതൊഴിവാക്കാനായിട്ട് അള്ളാഹു എന്തൊക്കെയാണെങ്കിലും ഇവരുടെ സ്വർഗത്തിൽ, ഇസ്ലാമിക സ്വർഗത്തിൽ ഈ വസ്ത്രങ്ങളൊക്കെ കൊടുക്കുന്നുണ്ട്. അതും നിസ്സാര വസ്ത്രമൊന്നുമല്ല കേട്ടോ, നല്ല പട്ടുവസ്ത്രങ്ങൾ തന്നെയാണ് കൊടുക്കുന്നത്. ഈ പട്ടുവസ്ത്രങ്ങളൊക്കെ ധരിച്ച് ഇരിക്കുന്ന തരുണിമണികളുടെ അടുത്തേക്ക് ചെല്ലാൻ ഇവരെപ്പോലുള്ളവരൊക്കെ ചിലപ്പം അങ്ങ് ഉത്സാഹം പൂണ്ടിരിക്കുകയായിരിക്കാം. വെളുപ്പിച്ച് ഒരു പരുവായെങ്കിലും സജീറിനെ പോലുള്ളവർ എത്ര വെളുപ്പിച്ചെന്ന് പറഞ്ഞു കഴിഞ്ഞാലും, MM അക്ബറിനെ പോലെ, സജീർ ബുഖാരിയെ പോലെ ആരൊക്കെ എവിടൊക്കെ കിടന്ന് വെളുപ്പിച്ചെന്ന് പറഞ്ഞാലും ഈ ഹൂറികളും ഈ പട്ടുതുണിയായിട്ട് അവിടെ ഉണ്ടല്ലോ. ഇല്ലയെന്ന് പറയാൻ പറ്റത്തില്ലല്ലോ, അവിടെ ഉണ്ടല്ലോ. ഇനി പട്ടുവസ്ത്രം ധരിച്ചിരിക്കുന്ന സ്ത്രീകൾ, ഹൂറികൾ അവിടെ ഉണ്ട്. മനുഷ്യൻ അതിൻ്റെ 12. അവർ ക്ഷമിച്ചതിനാൽ സ്വർഗത്തോപ്പും പട്ടുവസ്ത്രങ്ങളും അവർക്ക് പ്രതിഫലമായി നൽകുന്നതാണ്. പട്ടുവസ്ത്രമൊക്കെ ധരിച്ചാണ് ഇരിക്കുന്നത്. എപ്പോഴും ഇതിങ്ങനെ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ചിലപ്പോൾ ഒരു ബുദ്ധിമുട്ടൊക്കെ ഉണ്ടായിരിക്കും അല്ലേ? അതുകൊണ്ടായിരിക്കാം ഇങ്ങനെ പറയുന്നത്. ഇനി തീർത്ഥാടനം അതിൻ്റെ 23 വായിച്ചു കഴിഞ്ഞാൽ അവർക്കവിടെ സ്വർണ്ണ വളകളും മുത്തും അണിയിക്കപ്പെടുന്നതാണ്. പട്ടായിരിക്കും അവരുടെ വസ്ത്രം. അവിടെ എല്ലാം ഉണ്ട്. ആയത്ത് എങ്ങനെയാണ്? വിശ്വസിക്കുകയും സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുകയും ചെയ്യുന്നവരെ സ്വർഗഭാഗത്തുകൂടി നദികൾ ഒഴുകുന്ന സ്വർഗത്തോപ്പുകളിൽ തീർച്ചയായും അള്ളാഹു പ്രവേശിപ്പിക്കുന്നതാണ്. അവർക്കവിടെ സ്വർണ്ണ വളകളും മുത്തും അണിയിക്കപ്പെടുന്നതാണ്. പട്ടായിരിക്കും അവർക്ക് അവിടെയുള്ള വസ്ത്രം. അപ്പം സ്വർണ്ണ വളകളൊക്കെ ഇട്ട് ഇങ്ങനെ സന്തോഷവതിയായിട്ട് നിങ്ങളെപ്പോലുള്ളവരെയൊക്കെ സ്വീകരിക്കാൻ അവിടെ തയ്യാറായിട്ടിരിക്കുകയാണ്. അപ്പം ഇതെല്ലാം സ്വർഗീയ സഖിമാരെ ഒരുക്കി അള്ളാഹു നിർത്തിയിരിക്കുകയാണ്. പട്ടൊക്കെ ധരിപ്പിച്ച് അവിടെ നിർത്തുകയാണല്ലേ. എന്തൊക്കെയാണ്, പുരുഷന്മാർക്ക് ഭൂമിയിൽ പട്ട് ധരിക്കാൻ പറ്റത്തില്ലല്ലോ, നിങ്ങൾക്കത് എതിർപ്പാണല്ലോ. അപ്പം സ്വർഗത്തിലുള്ള, ഇസ്ലാമിക സ്വർഗത്തിലുള്ള സ്ത്രീകൾക്ക്, ഹൂറികൾക്ക് പട്ടൊക്കെ ഉടുത്ത് അവിടെ നിങ്ങളെ വശീകരിക്കാൻ വേണ്ടി നിൽക്കുകയായിരിക്കും. എന്തൊക്കെ സ്വർഗത്തിലെ ഹൂറികളെ എങ്ങനെയാണ് സൃഷ്ടിച്ചതെന്നുള്ളത് ദൈവം അനുവദിച്ചാൽ അടുത്ത എപ്പിസോഡിൽ നമുക്ക് പറയാം. അപ്പോൾ ഇവിടെ സ്വർണ്ണ വളകളൊക്കെ ധരിച്ച് നിൽക്കാന്ന് പറയുമ്പോഴത്തേനും അപ്പോൾ ഒരു സ്വാഭാവിക ശരീരത്തോടുകൂടി തന്നെയാണ് അവിടെ നിൽക്കുന്നതല്ലേ, ആത്മാവൊന്നും അല്ല. ഇനി അടുത്ത പുകയുടെ 53 പറയാണ്, നേർത്ത പട്ടുതുണിയും കട്ടിയുള്ള പട്ടുതുണിയും അവർ ധരിക്കുമെന്നൊക്കെയാണ് പറയുന്നത്. നേർത്ത പട്ടുതുണിയും കട്ടിയുള്ള പട്ടുതുണിയും അവർ ധരിക്കും. അവർ അന്യോന്യം അഭിമുഖമായിട്ടായിരിക്കും ഇരിക്കുന്നത്. എന്താ അതിൻ്റെ ഇടയിലൂടെയൊക്കെ ആയിരിക്കും നിങ്ങളെപ്പോലുള്ളവരൊക്കെ ഇങ്ങനെ നടന്നു പോകുന്നില്ല സജീറെ? നമുക്കത്തെ ആ ദൂരത്തോളം ഇങ്ങനെ ഇരിക്കുകയായിരിക്കും, അഭിമുഖമായിട്ട് ഇങ്ങനെ ഇരിക്കുക. അവർ അന്യോന്യം അഭിമുഖമൊക്കെ ആയിട്ട് ഇരിക്കുമ്പോഴത്തേനും അതിൻ്റെ ഇടയിലൂടെ ഇങ്ങനെ നടന്നു പോകും. അല്ല സജീറെ, ഇതാണോ ഒരു അള്ളാഹു എന്ന് പറയുന്ന ആള്? ദൈവം എന്തൊക്കെയാണ് സ്വർഗത്തിലാണെന്നല്ലേ നിങ്ങളും വിശ്വാസം? ഈ അള്ളാഹു എന്ന് പറയുന്ന നിങ്ങളുടെ ദൈവം ഇരിക്കുന്ന ആ സ്ഥലത്ത് ഇതൊക്കെയാണോ ഉള്ളത്? വിചിത്രമായ ഒരു സ്വർഗമാണ് കേട്ടോ. പിന്നെ പറയാണ്, അവരുടെ മേൽ പച്ച നിറമുള്ള നേർത്ത പട്ടുവസ്ത്രങ്ങളും കട്ടിയുള്ള പട്ടുവസ്ത്രവും ഉണ്ടായിരിക്കും. വെള്ളിയുടെ വളകളും അവർക്ക് അണിയിക്കപ്പെടുന്നതാണ്. അവർക്ക് അവരുടെ രക്ഷിതാവ് തികച്ചും ശുദ്ധമായ പാനീയം കൊടുക്കുന്നതുമാണ് കുടിക്കാൻ. അതെന്തൊക്കെയാണ് നന്നായി കേട്ടോ. അപ്പോൾ ഇത്രയും പട്ടുവസ്ത്രവും കട്ടിയുള്ള പട്ടുവസ്ത്രവും മറ്റുള്ള നേർത്ത പട്ടുവസ്ത്രവും ഒക്കെ ഇട്ട് അവിടെ ഇങ്ങനെ അന്യോന്യം മുഖത്തോട് മുഖമൊക്കെ നോക്കിയിരിക്കുമ്പോഴത്തേനും ക്ഷീണവും തളർച്ചയൊക്കെ ഉണ്ടാകുമ്പോൾ
എന്തൊക്കെയാണ് അവരുടെ രക്ഷിതാവ് ശുദ്ധമായ പാനീയം കുടിക്കാൻ അങ്ങ് കൊടുക്കുന്നതുകൊണ്ട് എന്തൊക്കെയാണ് നന്നായി, അത്യാവശ്യം അവർക്ക് ഒരു ആശ്വാസമൊക്കെ ലഭിക്കുമല്ലോ, അത് നന്നായി. ഇനി ഹദീസിൽ നിന്നുള്ള ചില കാര്യങ്ങൾ നോക്കാം. മുഹമ്മദിൻ്റെ സ്വർഗത്തിൽ അള്ളാഹുവിൻ്റെ ജോലി കുക്കിംഗ് ആണോ എന്ന് ആരെങ്കിലും ഒരു ഹദീസ് വായിച്ച് സംശയിച്ചു പോയാൽ അവരെ കുറ്റം പറയാൻ പറ്റത്തില്ല. അള്ളാഹുവിൻ്റെ ജോലി കുക്കിംഗ് ആണോ എന്നൊക്കെ നോക്കിക്കഴിഞ്ഞാൽ സംശയം പറയാൻ അവരെ ഇത് ചെയ്യാൻ പറ്റത്തില്ല. കാരണം അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. സൊഹീഹുൽ ബുഖാരി അധ്യായം 10 ഹദീസ് നമ്പർ 380 പേജ് 318. അബൂ ഹുറൈറ പറയുന്നു, തിരുമേനി അരുളി, വല്ലവനും പ്രഭാതത്തിൽ പള്ളിയിലേക്ക് പോയി അല്ലെങ്കിൽ സായാഹ്നത്തിൽ അവരെ അങ്ങനെ പള്ളിയിലേക്ക് പോയിക്കൊണ്ടിരുന്ന കാലം അത്രയും അള്ളാഹു സത്കാര വിഭവങ്ങൾ ഒരുക്കി വെക്കും. സൽക്കരിക്കാൻ വേണ്ടി അള്ളാഹു എല്ലാ കാര്യങ്ങളും ഒരുക്കി റെഡിയാക്കി വെച്ചിരിക്കുകയാണ്. എന്ത് ആഗ്രഹിച്ചു കഴിഞ്ഞാൽ എന്ത് വേണമെങ്കിലും അവിടെ ചെന്ന് കഴിഞ്ഞാൽ കിട്ടുമെന്നൊക്കെയാണല്ലോ ഒരു മുസ്ലിയാർ ഇരുന്നുകൊണ്ട് പറഞ്ഞത്. ഹണീബി വേണോ, ബാറിൽ നിൽക്കുന്നവൻ പറയുന്നതിനേക്കാൾ കൂടുതലായിട്ടുള്ള കള്ളിൻ്റെ പേരുകൾ പറഞ്ഞ ഒരു മഹാനാണ് അദ്ദേഹം. എന്നിട്ട് ഇവർ പറയും ഇത് മൊത്തം ഹറാമാണ്. ഹറാമാണെന്ന് പറഞ്ഞ ആളിന് ഇത് മൊത്തം അറിയാം, അത് വേറെ വശം. അപ്പോൾ ഈ സൽക്കാര വിഭവങ്ങളെല്ലാം ഒരുക്കി വെക്കുകയാണ്. അത് വളരെ നല്ല രീതിയിൽ അങ്ങ് ചെയ്യുകയാണ്. ഇനി തീർന്നില്ല, മുഹമ്മദ് പറഞ്ഞ് ഇസ്ലാമിക സ്വർഗത്തിൽ കൃഷിയുമുണ്ട്. കൃഷിക്ക് വലിയ കുഴപ്പമൊന്നുമില്ല, കാരണം സ്ത്രീകൾ കൃഷിയിടമാണല്ലോ. അപ്പോൾ ആ ഒരു കൃഷിയുടെ രീതിയിൽ തന്നെ കാര്യങ്ങളെല്ലാം അവിടെ നടക്കണമല്ലോ. അപ്പോൾ കൃഷിയുമുണ്ട്. കൃഷി എങ്ങനെയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൊഹീഹുൽ ബുഖാരി അധ്യായം 42 ഹദീസ് നമ്പർ 1051 പേജ് 542. അബൂ ഹുറൈറ പറയുന്നു, ഒരു ദിവസം തിരുമേനി സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ അടുത്തൊരു ഗ്രാമീണർ ഇരിക്കുന്നുണ്ടായിരുന്നു. തിരുമേനി അരുളി, സ്വർഗവാസികളിൽ ഒരാൾ തൻ്റെ നാഥനോട് കൃഷി ചെയ്യാൻ അനുവാദം ചോദിച്ചു. നീ ആശിക്കുന്ന ക്ഷേമൈശ്വര്യങ്ങളിലല്ലേ ഇപ്പോഴുള്ളത് എന്ന് അള്ളാഹു ചോദിച്ചു. അതെ, പക്ഷെ കൃഷി ചെയ്യാൻ എനിക്ക് അതിയായ ആഗ്രഹം. എന്നിട്ട് അവൻ വിത്ത് വിതച്ചു. കണ്ണ് ചിമ്മി തുറക്കുന്നതിനകം ആ വിത്ത് മുളച്ചു വളർന്നു കൊയ്യാൻ പാകമായി. അവയുടെ ഫലങ്ങൾ പർവ്വതങ്ങളോളം വളർന്നു. അന്നേരം അള്ളാഹു പറയും, ഇതാ എടുത്തോളൂ മനുഷ്യപുത്ര, നിനക്ക് എത്ര കിട്ടിയാലും മതിയാവുകയില്ല. ഇത് കേട്ട് ഗ്രാമീണൻ പറഞ്ഞു, അള്ളാഹുവാണ്, ഒന്നുകിൽ ആ മനുഷ്യൻ ഖുറൈശിയായിരിക്കും അല്ലെങ്കിൽ അൻസാരി. അവരാണ് കൃഷിക്കാർ, ഞങ്ങൾ കൃഷിക്കാരൊന്നുമല്ല. തിരുമേനി ചിരിച്ചു. സൊഹീഹുൽ ബുഖാരി അധ്യായം 42 ഹദീസ് നമ്പർ 1051 പേജ് 542. സ്വർഗവാസികൾ ഒരാളെ കൃഷി ചെയ്യാൻ ആഗ്രഹിച്ചു, കൃഷി അങ്ങ് ചോദിച്ചു. അത് കണ്ണ് ചിമ്മി തുറക്കുന്നതിനകം വിത്ത് മുളച്ച് വളർന്നു കൊയ്യാൻ പാകമായി. അവയുടെ ഫലങ്ങൾ പർവ്വതങ്ങളോളം വളർന്നു. സ്വർഗത്തിലും പർവ്വതമോ? ഇതിപ്പോൾ പറഞ്ഞു വരുമ്പോൾ കണ്ടമായി, പാടമായി, പാട്ടക്കരാറായി, പർവ്വതമായി, ഇതെല്ലാം ആയല്ലോ. ഇപ്പം ഈ സ്വർഗത്തിൽ എന്തൊക്കെയാ ഉള്ളത്? നിങ്ങളുടെ കൃഷി ചെയ്തത് കൊണ്ട് മാത്രമായില്ലല്ലോ, അത് വിറ്റഴിക്കാൻ ചന്തയും വേണ്ടേ? കൃഷി ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അത് വിറ്റഴിക്കാനുള്ള ചന്തയും വേണം. ആ ചന്തയും ഖുർആൻ്റെ സ്വർഗത്തിലുണ്ട്. ബ്യൂട്ടി പാർലർ വരെ ഉണ്ട്. കൃഷി ചെയ്തുകൊണ്ട് മാത്രമല്ലല്ലോ, അത് വഴി വിറ്റഴിക്കാൻ ചന്ത വേണം. ഇനി മുഹമ്മദിൻ്റെ സ്വർഗത്തിൽ ചന്ത മാത്രമല്ല, ബ്യൂട്ടി പാർലർ വരെയുണ്ട്. ഒരു വെള്ളിയാഴ്ച ചന്തയുണ്ട് എൻ്റെ പൊന്നു മക്കളെ, അത് ഒന്നൊന്നര ചന്തയാണ്. അനസ് ഇബ്നു മാലിക് നിവേദന നബി പറഞ്ഞു, നിശ്ചയം സ്വർഗത്തിലൊരു ചന്തയുണ്ട്. എല്ലാ വെള്ളിയാഴ്ച അവരതിൽ പോകും. അപ്പോൾ വടക്കൻ കാറ്റടിച്ച് വീശുകയും അത് അവരുടെ മുഖങ്ങളിലും വസ്ത്രങ്ങളിലും കസ്തൂരിഗന്ധം അടിക്കുകയും ചെയ്യും. അപ്പോൾ അവരുടെ ഭംഗിയും സൗന്ദര്യവും വർദ്ധിക്കും. അവർക്ക് ഭംഗിയും സൗന്ദര്യവും വർദ്ധിച്ചിരിക്കെ അവർ അവരുടെ കുടുംബങ്ങളിലേക്ക് പോകും. അപ്പോൾ അവരുടെ കുടുംബങ്ങൾ അവരോട് പറയും, അള്ളാഹുവാണ് സത്യം, ഞങ്ങളിൽ നിന്ന് പോയതിനു ശേഷം നിങ്ങൾക്ക് ഭംഗിയും സൗന്ദര്യവും വർദ്ധിച്ചിട്ടുണ്ട്. അപ്പോൾ അവർ പറയും, നിങ്ങൾക്കും അള്ളാഹു തന്നെയാണ് സത്യം, നിങ്ങൾക്കും ഞങ്ങൾ പോയതിനു ശേഷം ഭംഗിയും സൗന്ദര്യവും വർദ്ധിച്ചിട്ടുണ്ട്. അപ്പം കൃഷിയായി, അത് വളർച്ചയായി, അത് വിൽപ്പനയ്ക്ക് ചന്തസയുണ്ട്, അവിടെ വടക്കം കാറ്റടിക്കും, കസ്തൂരി ഗന്ധം അടിക്കും. ഇത് ബ്യൂട്ടി പാർലർ മാത്രമല്ല കേട്ടോ, ചന്തയുണ്ട്, ബ്യൂട്ടി പാർലറുണ്ട്. ഇതൊന്നുമല്ല, ഇത് അധികമായിട്ട് സംഭവങ്ങൾ കിടക്കുകയാണ്. ഇതിപ്പം ഇസ്ലാമിൻ്റെ സ്വർഗത്തിൻ്റെ ഒരു വശം മാത്രമേ ആയിട്ടുള്ളൂ. ഇനി നിങ്ങൾ ബാക്കിയുള്ള എപ്പിസോഡൂടെ കേൾക്കുകയാണെങ്കിൽ കർത്താനുവദിച്ചത് ചെയ്യുകയും നിങ്ങളത് കേൾക്കുകയും ചെയ്തവർക്ക് അറിയാം, ഇതൊരു വിശാലമായ സംഭവമാണല്ലോ. വിശാലത എന്ന് വെച്ച് കഴിഞ്ഞാൽ നിസ്സാര സംഭവമൊന്നുമല്ല.
ഇത്രയും സംഭവങ്ങളൊക്കെ ഈ സ്വർഗത്തിൽ ഇവർക്ക് വേണ്ടി ഒരുക്കി അടുക്കി പെറുക്കിയല്ല അള്ളാഹു വെച്ചിരിക്കുകയാണ്. എന്നിട്ടാണ് ഇവർ ബാക്കിയുള്ളവരുടെ നേരെ വന്നിട്ട് അതും ഇതും പറയുന്നത്. നിങ്ങൾക്ക് ലജ്ജയില്ലേ? നിങ്ങൾക്ക് നാണമില്ലേ? ഇസ്ലാമിക വിമർശകർ വന്നിട്ട് ഇസ്ലാമിക സ്വർഗത്തെ പറ്റി മോശം പറയുന്നെന്ന്. എന്തിനാ സജീറ ഇങ്ങനെ പറഞ്ഞുകൊണ്ട് നടക്കുന്നത്? ഇനി ഇതാണ് മുഹമ്മദിൻ്റെ സ്വർഗീയ പാക്കേജ്. നിങ്ങളത് മനസ്സിലാക്കണം. ഈ പാക്കേജിൽ തീറ്റയും കുടിയും മാത്രമല്ല, തരുണികളും ചെറു ബാല്യക്കാരും ചന്തയും വെള്ളിയാഴ്ചയും കുടുംബാംഗങ്ങളും ഒക്കെ ഉണ്ട്. വിവരവും വിദ്യാഭ്യാസം ഇല്ലാത്ത അറബുകൾ ഇതൊക്കെ കേട്ട് കണ്ണുമടച്ച് വിശ്വസിച്ചു. പക്ഷേ ഇപ്പോഴത്തെ ആളുകൾ ഇതൊക്കെ കേട്ടാൽ കളിയാക്കി ചിരിക്കുമെന്നേ. നിങ്ങളൊന്ന് രണ്ട് കണ്ണും അടച്ചിരുന്നൊന്ന് ചിന്തിച്ചു നോക്കുക. അതാണോ സ്വർഗം? ഇതെന്ത് സ്വർഗമാണെന്നുള്ളത്. ചിലപ്പോൾ ഇസ്ലാം മതം ഉപേക്ഷിച്ചു പോവുകയും ചെയ്യും. അതുകൊണ്ടാണ് ഇതെല്ലാം അറബിയിൽ തന്നെ വായിക്കണമെന്ന് മതപണ്ഡിതന്മാർ ശാഠ്യം പിടിക്കുന്നത്. മനസ്സിലാകാത്ത ഭാഷയിൽ വായിച്ചാൽ പിന്നെ പ്രശ്നമില്ലല്ലോ. ഇതൊക്കെ മലയാളത്തിലേക്ക് പരിഭാഷപ്പെടുത്തി ഇസ്ലാമിക പണ്ഡിതന്മാർ തന്നെ മലയാളത്തിലേക്ക് പരിഭാഷപ്പെടുത്തി തന്നതുകൊണ്ടാണല്ലോ ഞങ്ങളെപ്പോലുള്ളവർക്ക് ഇത് വായിക്കുകയും മനസ്സിലാക്കുകയും നിങ്ങളെപ്പോലുള്ളവർക്ക് ഇത് അറിയിച്ചു തരാനും ഒക്കെ സാധിച്ചത്. അതിന് ഞാൻ എൻ്റെ ദൈവത്തിന് നന്ദി പറയുന്നു, ഇവർക്ക് ഇങ്ങനെ ഒരു ബുദ്ധി കൊടുത്തതിന്. ഇല്ലെങ്കിൽ അറബിയിൽ മാത്രമായിരുന്നെങ്കിൽ നമ്മൾ അങ്ങനെ പഠിച്ചേനെ, വായിച്ചേനെ. അപ്പോൾ കയ്യിൽ കുറേ പണം ഉണ്ടെങ്കിൽ ഒരു 3 സ്റ്റാർ ഹോട്ടലിൽ കിട്ടുന്ന സാധനങ്ങളാണ് ഇസ്ലാമിക സ്വർഗത്തിൽ കിട്ടുന്നത്. ശരിയല്ല സജീറേ? എന്തുകൊണ്ടാണ് ഭൂമിയിൽ കിട്ടുന്ന കാര്യങ്ങൾ തന്നെ മുഹമ്മദ് അവതരിപ്പിച്ച സ്വർഗത്തിലും ഇടം പിടിച്ചത്? അതന്വേഷിക്കുമ്പോഴാണ് മുഹമ്മദ് എന്ന കച്ചവടക്കാരൻ്റെ മനസ്സിനെ നമിച്ചു പോകുന്നത്. താൻ അള്ളാഹുവിൻ്റെ പ്രവാചകനാണെന്ന് മുഹമ്മദ് അവകാശപ്പെടാൻ തുടങ്ങിയപ്പോൾ മുതലേ ജനങ്ങൾ മുഹമ്മദിനോട് അതിന് തെളിവ് ചോദിക്കുന്നുണ്ട്. ഒരു കച്ചവടക്കാരൻ്റെ മനോഭാവത്തിൽ ഒരു കച്ചവടക്കാരൻ എന്തു ചെയ്യും? കസ്റ്റമറിനെ ആകർഷിക്കാൻ വേണ്ടി എന്തൊക്കെ ചെയ്യാമോ ആകർഷിച്ച് അവരുടെ ആ ഒരു സ്ഥാപനത്തിലേക്ക് കയറ്റി അവൻ്റെ മുതൽ വിറ്റ് കൊടുക്കുന്നത് പോലെ തന്നെ മുഹമ്മദ് എന്ന കച്ചവടക്കാരൻ ആൾക്കാരെ ആകർഷിക്കാൻ വേണ്ടി എന്താണോ മനുഷ്യൻ്റെ ഉള്ളിൽ ആഗ്രഹമായി വരുന്നത് അതിനെ എന്തു ചെയ്തു? പതുക്കെ എടുത്ത് ജനങ്ങളുടെ ഉള്ളിലേക്ക് ഇട്ട് കൊടുക്കാൻ തുടങ്ങി. ഇതൊരു കച്ചവടത്തിൻ്റെ രീതിയിൽ തന്നെയാണ്. അപ്പോൾ ജനങ്ങൾ തെളിവ് ചോദിച്ചു തുടങ്ങിയപ്പോൾ തന്നെ എന്തു ചെയ്തു? അത് നല്ല രീതിയിൽ തെളിവുകൾ ചോദിക്കുന്നുണ്ട്. ഖുറാൻ്റെ അകത്ത് അത് കിടപ്പുണ്ട്. നിശായാത്ര എന്ന് പറയുന്ന അധ്യായത്തിൻ്റെ 90-93 ആയത്ത് ഇങ്ങനെയാണ്. അവർ പറഞ്ഞു, ഈ ഭൂമിയിൽ നിന്ന് നീ ഞങ്ങൾക്കൊരു ഉറവ് ഒഴുക്കിത്തരുന്നത് വരെ ഞങ്ങൾ നിന്നെ വിശ്വസിക്കുകയില്ല. അല്ലെങ്കിൽ നിനക്ക് ഈന്തപ്പനയുടെയും മുന്തിരിയുടെയും ഒരു തോട്ടം ഉണ്ടായിരിക്കുകയും അതിനിടയിലൂടെ നീ സമൃദ്ധമായ അരുവികൾ ഒഴുക്കുകയും ചെയ്യുന്നതുവരെ, അല്ലെങ്കിൽ നീ ജൽപ്പിച്ചതുപോലെ ആകാശത്തെ ഞങ്ങളുടെ മേൽ കഷ്ണം കഷ്ണമായി നീ വീഴ്ത്തുന്നതുവരെ, അല്ലെങ്കിൽ അല്ലാഹുവേയും മലക്കളെയും കൂട്ടം കൂട്ടമായി നീ കൊണ്ടുവരുന്നതുവരെ, അല്ലെങ്കിൽ നിനക്ക് സ്വർണം കൊണ്ടുള്ള ഒരു വീടുണ്ടാകുന്നതുവരെ, അല്ലെങ്കിൽ ആകാശത്തു കൂടി നീ കയറിപ്പോകുന്നതുവരെ, ഞങ്ങൾക്ക് വായിക്കാവുന്ന ഒരു ഗ്രന്ഥം ഞങ്ങളുടെ അടുത്തേക്ക് നീ ഇറക്കിക്കൊണ്ട് വരുന്നതുവരെ നീ കയറിപ്പോയതായി ഞങ്ങൾ വിശ്വസിക്കുകയില്ല. നബിയെ പറയുക, എൻ്റെ രക്ഷിതാവ് എത്ര പരിശുദ്ധൻ, ഞാനൊരു മനുഷ്യൻ മാത്രമായ ദൂതനല്ലേ. ഇത് ആൾക്കാർ ചോദിച്ച് ഒരു ഇതായി. ഞങ്ങൾക്ക് വായിക്കാവുന്ന ഒരു ഗ്രന്ഥം ഞങ്ങളുടെ അടുത്തിലേക്ക് നീ ഇറക്കിക്കൊണ്ട് വരുന്നത് വരെ എന്ന് പറയുമ്പോഴത്തേനും ഖുറാൻ എന്നൊരു ആർക്ക് വായിക്കാവുന്ന ഒരു ഗ്രന്ഥമാണ്? പിന്നെ ഉത്തരവില്ലാതെ വരുമ്പോഴത്തേനും ഉടനെ പുള്ളി പറയും, ഞാനൊരു മനുഷ്യനല്ലേ, മനുഷ്യൻ മാത്രമായ ദൂതനല്ലേ, എനിക്ക് വലിയ സംഭവങ്ങളൊന്നുമില്ല എന്നൊക്കെ ചിലപ്പോൾ പുള്ളി പറയുമായിരിക്കാം. പക്ഷെ ഇവിടുത്തെ മുസ്ലിങ്ങൾ ഈ മുഹമ്മദിനെ വലിയൊരു പരിവേഷമൊക്കെ കൊണ്ടുപോയി വെച്ച് കൊടുത്തിരിക്കുകയാണ്. പുള്ളിയുടെ ശരീരത്തെ വിയർപ്പ് അത്തറിൻ്റെ മണമാണ്, പുള്ളിയുടെ കാഷ്ടം ഭൂമി വിഴുങ്ങുമായിരുന്നു, അതായിരുന്നല്ലോ പണി. പിന്നെ അങ്ങനെ എന്ന് വേണ്ട ലോകത്തിലെ എന്തൊക്കെ വലിയ സംഭവങ്ങളുണ്ട് അത് മുഴുവനും നമ്മളാണെന്ന് അങ്ങ് പറയും. മുഹമ്മദിലൂടെയാണ് വന്നത്, മുഹമ്മദിലൂടെയാണ്. ഇപ്പോഴും ഞാൻ നിങ്ങളോട് ചോദിക്കുകയാണ്, മുഹമ്മദ് തൻ്റെ ജീവിതത്തിൽ ചെയ്തു കാണിച്ച ഒരു 10 നന്മകൾ ഒന്ന് പറയാൻ സാധിക്കുമോ? തൻ്റെ ജീവിതത്തിൽ മറ്റുള്ളവർക്ക് മാതൃകയാകാൻ വേണ്ടി ചെയ്തു കാണിച്ച ഒരു 10 നന്മകൾ നിങ്ങൾക്കൊന്ന് പറയാൻ സാധിക്കുമോ? തെളിവുകളുടെ അടിസ്ഥാനത്തിൽ നിങ്ങൾക്കത് സാധിക്കുകയല്ല. അടുത്തത് സത്യാസത്യ വിവേചനം 7:8. അവർ പറഞ്ഞു, ഈ ദൂതൻ എന്താണിങ്ങനെ? ഇയാൾ ഭക്ഷണം കഴിക്കുകയും അങ്ങാടികളിലൂടെ നടക്കുകയും ചെയ്യുന്നുവല്ലോ. ഇയാളുടെ കൂടെ ഒരു താക്കീതുകാരനായിരിക്കത്തക്കവണ്ണം ഇയാളുടെ അടുത്തേക്ക് എന്തുകൊണ്ട് ഒരു മലക്ക് ഇറക്കപ്പെടുന്നില്ല? അല്ലെങ്കിൽ എന്തുകൊണ്ട് ഇയാൾക്കൊരു നിധി
ഇട്ടുകൊടുക്കപ്പെടുന്നില്ല. അല്ലെങ്കിൽ ഇയാൾക്ക് കായ്കനികൾ എടുത്ത് തിന്നാൻ പാകത്തിൽ ഒരു തോട്ടം ഉണ്ടാകുന്നില്ല. റസൂലിനെ പറ്റി അക്രമികൾ പറഞ്ഞു, മാരണം ബാധിച്ച ഒരാളെ മാത്രമാകുന്നു നിങ്ങൾ പിൻപറ്റുന്നത്. അപ്പോൾ ഇപ്പോൾ ഏകദേശം കാര്യം ബോധ്യമായില്ല ആരെയാണ് ഇവർ പിൻപറ്റുന്നത് എന്നുള്ളത് ഖുറാൻ്റെ ഇതിൽ തന്നെ പറയുന്നുണ്ട്. ഇപ്പോൾ ഈ സജീറിനോട് പറയണല്ലോ, സജീർ വെളുപ്പിച്ചതുകൊണ്ട് ഹൂറുകളുടെ എണ്ണം കുറയുന്നൊന്നുമില്ല. ഹൂറുകളുടെ എണ്ണം കൂടിക്കൊണ്ടേയിരിക്കുകയാണ്. സജീർ 72 എന്ന് പറയുന്ന ആ 72ാമത്തെ നമ്പർ, അതിൻ്റെ ഇടയ്ക്ക് ഒരു വരയുണ്ട്. ആ വരയുള്ളതൊന്നും ഇവർ കാണത്തില്ല എന്നൊക്കെ പറയുമ്പോൾ സജീർ ചില പുസ്തകങ്ങൾ വായിച്ചിട്ടില്ല എന്ന് വേണം ഞങ്ങൾക്ക് പറയാം. KVM പന്താവൂർ എന്ന് പറയുന്ന ഒരാളുണ്ട്, അറിയാമോ? KVM പന്താവൂർ എന്ന് പറയുന്നത് 10,27,000 ഹൂറുകളെ കിട്ടുമെന്നാണ് പറയുന്നത്. സജീറിനൊക്കെ കിട്ടുന്നതാണ് 10,27,000. എൻ്റെ സജീറെ, എന്നിട്ടാണോ ഈ 72 ഹൂറുകൾ എന്ന് പറയുന്ന കാര്യത്തിൽ വിഷമിച്ചുകൊണ്ടിരിക്കുന്നത്? പന്താവൂര് പറയുന്നത് എന്താ അറിയോ? ലബ്ദാനി ഉമറിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യുന്നു, നബി അരുളി, ഖുറാനിലെ അക്ഷരങ്ങളാകെ 10,27,000 വല്ലവരും കൂലിയിൽ വിശ്വസിച്ച് ക്ഷമയോടെ അത് പാരായണം ചെയ്താൽ ഓരോ അക്ഷരത്തിനും ഓരോ ഹൂറിയ പ്രതിഫലം ലഭിക്കും. KVM പന്താവൂരിൻ്റെ ഖുറാൻ്റെ അറിയപ്പെടാത്ത ഏടുകൾ പേജ് 51 എഴുതി വെച്ചിരിക്കുകയാണ്. 72 ഹൂറുകളുടെ കാര്യത്തിൽ കിടന്നിരുന്ന സജീറിൻ്റെ വിഷമം തീർന്നോ? സജീറെ, ഓരോ അക്ഷരവും നല്ല രീതിയിൽ വല്ലവനും കൂലിയിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഖുറാൻ വായിച്ചു കഴിഞ്ഞാൽ എനിക്ക് കൂലി ലഭിക്കുമെന്ന് വിശ്വസിച്ചുകൊണ്ട് ക്ഷമയോടെ ഇരുന്ന് വായിച്ചു കഴിഞ്ഞാൽ ഓരോ അക്ഷരത്തിനും ഓരോ ഹൂറിയ പ്രതിഫലം ലഭിക്കും. അതിലിപ്പോൾ എത്ര എണ്ണം കിട്ടി? ഓരോ അക്ഷരം വെച്ച് 10,27,000 ഹൂറുകളെ സജീറിന് കിട്ടും. ഇപ്പൊ 72 ഹൂറുകൾ ഇല്ലാന്നും പറഞ്ഞ് ബഹളം വെക്കുന്ന സജീറിന്റെ ഇസ്ലാമിക പണ്ഡിതൻ KVM പന്താവൂർ എഴുതി വെച്ചിരിക്കുകയാണ്. ക്ഷമയോടിരുന്ന് വായിക്കണം കേട്ടോ സജീറെ. ഖുറാൻ ക്ഷമയോടെ, ഇത് വായിക്കുമ്പോൾ എനിക്ക് കൂലി കിട്ടുമെന്നും പറഞ്ഞുകൊണ്ട് ക്ഷമയോടിരുന്ന് വായിക്കണം. ക്ഷമയോടിരുന്ന് വായിച്ചു കഴിഞ്ഞാൽ സജീറിനും കിട്ടും 10,27,000 ഹൂറികളെ. എന്ത് വേണം സജീറെ? 72 അങ്ങോട്ട് മാറി നിൽക്കാൻ പറ. പോരട്ടെ 10,27,000 അല്ലേ? ഖുറാനിലെ അക്ഷരങ്ങളാകെ 10,27,000. സജീറിനും കിട്ടും, MM അക്ബറിനും കിട്ടും, മുഹമ്മദിനും കിട്ടും. മുഹമ്മദിന് കിട്ടത്തില്ല, കാരണം മുഹമ്മദിന് ശേഷമാണല്ലോ ഖുറാൻ എഴുതിയത്. മുഹമ്മദിന് കിട്ടുമോയെന്ന് അറിയത്തില്ല. നിങ്ങൾക്ക് കിട്ടിയാലും മുഹമ്മദിന് കിട്ടത്തില്ല. മുഹമ്മദിന് സ്വർഗത്തിൽ പോകുമെന്ന് മുഹമ്മദിന് സംശയം ഉണ്ടായിരുന്നു. അപ്പോൾ 27,000 10,27,000 ഹൂറുകളെ സ്വപ്നം കണ്ടു കിടക്കുന്ന സജീറിന് 72 എന്ത്? അപ്പോൾ സജീർ പറഞ്ഞ ശരിയാണ്, 72 ഹൂറുകളെ കിട്ടുമെന്നൊന്നും പറഞ്ഞിട്ടില്ല. പക്ഷെ നമ്മൾ വായിച്ചു നോക്കിക്കഴിഞ്ഞാൽ പല പുസ്തകങ്ങൾ, ഇസ്ലാമിൻ്റെ പുസ്തകങ്ങൾ എടുത്ത് വായിച്ചാൽ 10 ലക്ഷത്തിന് മുകളിൽ 27,000 10,27,000 ഹൂറുകളെയൊക്കെ കിട്ടും. ഇനി ഹൂറുകളെ പറ്റി പറയുന്ന വേറൊരു വർണ്ണനയുണ്ട്, അത് കേട്ടോണം. സ്വർഗസ്ത്രീകളുടെ തലമുടി അഴിച്ചിട്ടാൽ ഭൂമിയിലാണെങ്കിൽ ആകെ അന്ധകാരപ്രദമാകും. അവൾ പുഞ്ചിരിച്ചാൽ സൂര്യനും മങ്ങിപ്പോകും. അവരുടെ ഒരു തുള്ളി ഉമിനീർ കടലിൽ വീണാൽ കടൽ മുഴുവനും അത്തറായി മാറും. അവരുടെ ആഭരണത്തിൽ നിന്ന് ഒരു മുത്ത് ദുനിയാവിൽ വീണാൽ പിന്നെ രാത്രി ഇവിടെ ഉണ്ടാവുകയില്ല. എപ്പോഴും അതിൻ്റെ പ്രകാശത്താൽ പകൽ തന്നെയാകും. അവരുടെ ശരീരത്തിൻ്റെ വെണ്മയുടെ കാഠിന്യത്താൽ അവരുടെ എല്ലുകൾ ഒരു സ്ഫടികത്തിൽ വെച്ചതുപോലെ കാണാവുന്നതത്രേ. ആർത്തവം, പ്രസവം, മലമൂത്രാദികൾ തുടങ്ങിയ മാലിന്യമൊന്നും അവർക്കില്ല. അവരുടെ കന്യകാത്വം നഷ്ടപ്പെട്ട ഉടനെ വീണ്ടും അത് പൂർവ്വസ്ഥിതിയിലാവുന്നതാണ്. അവരുമായി എത്ര കാലം രമിച്ചാലും മോഹം തീരുകയോ തളരുകയില്ല. ദിവസേന ചുരുങ്ങിയത് 100 കന്യകളുമായി ഒരാൾ രമിക്കുന്നതാണ്. KVM പന്താവൂരിൻ്റെ പരലോകം എന്ന് പറയുന്ന പുസ്തകത്തിൻ്റെ പുറം 59-60 വായിച്ചു കഴിയുമ്പോൾ കാണാം. അല്ല സജീറെ, ഈ 72 ഹൂറികളില്ല എന്ന് പറഞ്ഞിടത്ത്, സജീർ 72 ഇല്ല എന്ന് പറഞ്ഞ സ്ഥലത്ത് ഇവിടെ 100 എണ്ണം ഉണ്ടല്ലോ കന്യകൾ. 10,27,000 ഉണ്ട്. ഇവിടെ ഒരു ദിവസേന ചുരുങ്ങിയത് 100 കന്യകളുമായിട്ട് ഒരാൾ രമിക്കുന്നതാണെന്ന് എഴുതി വെച്ചിരിക്കുന്നത്. അപ്പോൾ എത്രയായി? ഇപ്പോൾ 72നെ കടത്തി വെട്ടിയില്ലേ സജീറ?
അപ്പോൾ 100 കന്യകളുമായിട്ട് ഒരാൾ എന്ത് ചെയ്യും? രമിക്കും. ഇപ്പം ക്ഷീണമില്ല, അവർക്കാണെങ്കിൽ പിന്നെ ആർത്തവില്ല, പ്രസവമില്ല, മലമൂത്രാദികളില്ല, ഒരു പ്രശ്നങ്ങളും ഇല്ല എന്നാണ് പറയുന്നത്. തുടങ്ങിയ മാലിന്യമൊന്നുമല്ല. അപ്പോൾ ആർത്തവം മാലിന്യമാണ്, പ്രസവം മാലിന്യമാണ്, മലമൂത്രാദികൾ മാലിന്യമാണ് അല്ലേ? ആർത്തവം എന്ന് പറയുന്നത് സ്ത്രീക്ക് കിട്ടിയിരിക്കുന്ന ഏറ്റവും വലിയ അനുഗ്രഹമാണ്. പ്രസവം എന്ന് പറയുന്നത് അനുഗ്രഹമാണ്. മലമൂത്രാദികളില്ലെങ്കിൽ പിന്നെ നമ്മുടെ ശരീരം മാലിന്യമാവില്ലേ? നിങ്ങൾക്ക് ആർത്തവം പിന്നെ മാലിന്യമാണല്ലോ. കാരണം ഇസ്രയേലി സ്ത്രീകളെ അള്ളാഹു ശപിച്ചപ്പോൾ അവർക്കാണല്ലോ ആർത്തവം ലഭിച്ചത്. അത് ഈ മുസ്ലിം സ്ത്രീകൾക്ക് അങ്ങനെ അനുഗ്രഹമായി ഇപ്പോഴും ഒരു സംശയമുണ്ട്. അപ്പം പിന്നെ അവരുടെ കന്യകാത്വം നഷ്ടപ്പെട്ട ഉടനെ വീണ്ടും അത് പൂർവ്വസ്ഥിതിയിലാവും. സജീറിൻ്റെയൊക്കെ ഒരു കാര്യമേ, സജീറ 24 മണിക്കൂർ മുഹമ്മദീയരായിട്ടുള്ള സകല മുസ്ലിങ്ങളും അവിടെ പോയതുകൊണ്ട് 24 മണിക്കൂർ ഇത് തന്നെയാണ് പരിപാടി. ഒരിക്കലും താഴ്ത്തുമില്ല. അവർക്ക് അതിനുള്ള ബലം കൊടുക്കുമെന്നാണ്, ശക്തി കൊടുക്കുമെന്നാണ്, 100 പേരുടെ ശക്തി അയാൾക്ക് നൽകപ്പെടുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. 100 പേരുടെ ശക്തി അവർക്ക് കൊടുക്കും, അള്ളാഹു കൊടുക്കും. രതിസുഖത്തിന് വേണ്ട. കാരണം 10,27,000 അത് പറയുന്നു ഓരോ ഇത് വായിക്കുന്നത്. അതുകൂടാതെ 100 പേര് ഒരു ദിവസം 100 പേരുമായിട്ട് രമിക്കണം മിനിമം ഒരാൾ. അപ്പം അതിനുള്ള ശക്തിയൊക്കെ വേണ്ടേ? അതിനുള്ള ശക്തിയൊക്കെ തരുമെന്നാണ് അള്ളാഹു പറയുന്നത്. ഇങ്ങനെ ഹദീസിൽ പറയുന്നത്. അനസിൽ നിന്ന് പ്രവാചകനും സ്വർഗത്തിൽ വിശ്വാസിക്ക് വളരെയേറെ രതിസുഖത്തിന് വേണ്ട ശേഷി ലഭിച്ചിരിക്കും. നബിയോട് ചോദിച്ചു, അള്ളാഹുവിൻ്റെ ദൂതരെ അയാൾക്ക് അതിന് സാധിക്കുമോ? അവിടുന്ന് പറഞ്ഞു, 100 പേരുടെ ശക്തി അയാൾക്ക് നൽകപ്പെടും. വേണമല്ലോ ഒരാൾക്കൊരു 100 പേരുടെ. കാരണം പുള്ളിക്ക് ഇവിടെ 30 മനുഷ്യരുടെ ശക്തി ഉണ്ടായിരുന്നല്ലോ. അപ്പോൾ ഇതുപോലെ 100 പേരുടെ ശക്തിയായിട്ടാണ് സജീറിനെ പോലുള്ള ഒരു മുസ്ലിം ലോകത്തേക്ക് കടന്നു ചെല്ലുന്നത്, സ്വർഗത്തിലേക്ക് കടന്നു ചെല്ലുന്നത്. അപ്പോൾ സ്വർഗത്തിൽ ചെല്ലുമ്പോൾ 100 കന്യകളെ അല്ലെങ്കിൽ 10,27,000 ഹൂറുകളെ ഭോഗിക്കാമെന്ന് സ്വർഗം കണ്ട് ജീവിക്കുന്ന നിന്നെപ്പോലുള്ളവർ, ഇസ്ലാമിക വിമർശകർ വന്നിട്ട് 72 ഹൂറുകളെന്നും പറഞ്ഞുകൊണ്ട് ഇത് ചെയ്തുകൊണ്ട് നീ സംസാരിച്ചപ്പോൾ എന്ത് വെളുപ്പീര സജീറ ഇത്? നിന്നെപ്പോലുള്ള എല്ലാ മുഹമ്മദിയരും, നിന്നെപ്പോലുള്ള സകല മുസ്ലിങ്ങളും വന്നിട്ട് ഇസ്ലാമിക സ്വർഗ വിഷയത്തിൽ വെളുപ്പിക്കാൻ വരുമ്പോൾ അങ്ങനെ ഹൂറുകളില്ല, മദ്യപ്പുഴയില്ല എന്നൊക്കെ പറഞ്ഞു വരും. നിൻ്റെയൊക്കെ പണ്ഡിതന്മാരുടെ പുസ്തകങ്ങളെടുത്ത് വായിച്ചിട്ട് വേണം വരാൻ. ഞങ്ങൾ ഇസ്ലാമിക വിമർശകരാണെന്ന് പറഞ്ഞുകൊണ്ടല്ലേ നിങ്ങൾ കിടന്നുകൊണ്ട് ഈ ബഹളം വെക്കുന്നത്? ഇസ്ലാമിനെ എവിടെ വിമർശിച്ചത്? ഇസ്ലാമിലെ ഉള്ള കാര്യങ്ങൾ ഇതുപോലെ വായിച്ചിട്ടേ ഉള്ളൂ, വിമർശനം ഇപ്പോഴും നടത്തിയിട്ടില്ല. നിങ്ങളാണ് ഞങ്ങളുടെ ക്രിസ്ത്യാനിറ്റിയിലേക്ക് കടന്ന് ആക്രമണം നടത്തിയത്. യേശു ദൈവമല്ല, ബൈബിള് ദൈവികമല്ല എന്നും പറഞ്ഞുകൊണ്ട് പല കാര്യങ്ങൾ നിങ്ങളാണ്, നിങ്ങളെപ്പോലുള്ളവരാണ്, MM അക്ബറിനെ പോലുള്ളവരാണ്, സജീർ ബുഖാരിയെ പോലുള്ളവരാണ് ആക്രമണം തുടങ്ങി വെച്ചത്. പല സ്റ്റേജുകളിൽ പല സ്ഥലങ്ങളിൽ പോയെന്നുകൊണ്ട് വിളിച്ചു പറഞ്ഞു. കേരളക്കര മുഴുവൻ സ്റ്റേജ് വലിച്ചു കെട്ടി യേശു ദൈവമല്ല, ബൈബിള് ദൈവികമല്ല, ദൈവിക ഗ്രന്ഥമല്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പല രീതിയിൽ ഇട്ടപ്പോൾ ഇസ്ലാമിലെ സ്വർഗത്തിൻ്റെ അവസ്ഥ, ഇസ്ലാമിലെ ഖുറാൻ്റെ അവസ്ഥ, നിങ്ങളുടെ പ്രവാചകനായ മുഹമ്മദിൻ്റെ അവസ്ഥ, നിങ്ങളുടെ ദൈവമായ അള്ളാഹുവിൻ്റെ അവസ്ഥ, ഇപ്പോൾ കൊച്ചു കുട്ടികൾക്ക് പോലും ഇത് കേൾക്കുമ്പോൾ ചിരി വരികയാണ്. അപ്പോൾ ജനങ്ങൾ ചോദിച്ച ഒരു കാര്യവും ചെയ്ത് കാണിക്കാൻ മുഹമ്മദിനായിട്ടില്ല. എന്നാൽ കസ്റ്റമേഴ്സിൻ്റെ ആവശ്യം അറിഞ്ഞ് ചരക്ക് എത്തിച്ചു കൊടുക്കുന്ന നല്ലൊരു വ്യാപാരിയായിരുന്നു മുഹമ്മദ്. ഇപ്പം നിങ്ങൾക്ക് മനസ്സിലായില്ലേ? വരുന്ന ഇസ്ലാമിനെ പറ്റി അറിയാൻ വരുന്ന എല്ലാ കസ്റ്റമേഴ്സിനും ഒരു വ്യാപാരിയുടെ എല്ലാ രീതിയിലും പുള്ളി എന്ത് ചെയ്തു? തകർത്താടിക്കഴിഞ്ഞു. ജനങ്ങൾ ചോദിച്ച കാര്യങ്ങൾ അവർക്ക് ഇഷ്ടമുള്ളതെല്ലാം തൻ്റെ സ്വർഗത്തിൽ ഉൾപ്പെടുത്തി. അപ്പോൾ പിന്നെ പ്രശ്നമില്ലല്ലോ. അതായത് ഇപ്പോൾ ഇക്കാര്യങ്ങളെല്ലാം ഭൂമിയിൽ വെച്ച് തരാൻ എനിക്ക് കഴിഞ്ഞില്ലെങ്കിലും ജനങ്ങൾ ചോദിച്ച കാര്യങ്ങളെല്ലാം അവർക്ക് എന്ത് ചെയ്യാം? സ്വർഗത്തിൽ ലഭിക്കും എന്നുള്ളൊരു വിശ്വാസം അങ്ങോട്ട് അവരുടെ ഉള്ളിലേക്ക് അങ്ങോട്ട് വെച്ചു കൊടുത്തു. എന്താണ് മുസ്ലിങ്ങളുടെ നിങ്ങളുടെ അവസ്ഥ? ഇത് മാത്രമല്ല, ഇതിലും കൂടുതലും നിങ്ങൾക്ക് കിട്ടുക എന്ന കച്ചവട തന്ത്രമാണ് മുഹമ്മദ് പുറത്തെടുത്തത്. തന്ത്രശാലികളായ കച്ചവടക്കാരുടെ കെണികളിൽ ഈ ആധുനിക കാലത്ത് മനുഷ്യർ വീഴുന്നത് പോലെ അന്നുള്ള കാട്ടറിവുകളിൽ പലരും മുഹമ്മദിൻ്റെ ഈ തന്ത്രങ്ങളിൽ വീഴുകയുണ്ടായി. അന്ന് മാത്രമല്ല, ഇന്നും കോടിക്കണക്കിന് പേർ മുഹമ്മദിൻ്റെ തന്ത്രത്തിൽ വീണുകൊണ്ടേയിരിക്കുന്നു. അതുകൊണ്ടാണല്ലോ ഹൂറുകളെയും മദ്യപ്പുഴയും മോഹിച്ച് അള്ളാഹു അക്ബർ വിളിച്ചുകൊണ്ട് ചിലർ നിരപരാധികളുടെ കഴുത്തറത്ത് മാറ്റുന്നത് നമ്മളൊക്കെ പല സ്ഥലത്ത് കാണുന്നുണ്ട്, പല വീഡിയോസായിട്ട് കാണുന്നുണ്ട്. അള്ളാഹു അക്ബർ എന്ന് വിളിച്ചുകൊണ്ട് പൊട്ടിച്ചു തറാൻ ഒരു കുഴപ്പമില്ല. 10 ലക്ഷത്തിന് മുകളിൽ ഹൂറുകൾ നിൽക്കുന്നു.
ഒരു ദിവസം 100 ഹൂറികൾക്ക് മുകളിൽ രമിക്കാൻ പറ്റുന്നു. ഇത്രത്തോളം കച്ചവട തന്ത്രത്തെ, തന്ത്രശാലിയായ അള്ളാഹുവിൻ്റെ അടിമ ഇത്രത്തോളം തന്ത്രങ്ങളെ പ്രയോഗിച്ചുകൊണ്ട് ഓരോരുത്തരുടെ ഉള്ളിലേക്ക് എന്ത് ചെയ്യുക, ഓരോന്നിട്ട് കൊടുക്കുക. ഇപ്പോൾ ഭൗതിക ലോകത്തെ കാര്യങ്ങൾ മാത്രം ഇസ്ലാമിക സ്വർഗത്തിലുള്ളൂ. കാരണം ആത്മീയത എന്തെന്ന് ഇവർക്കറിയില്ല. ആത്മീയത എന്നെന്ന് ഇസ്ലാമിൽ അന്യമാണ്. അങ്ങനെ ഒരു സംഭവമില്ല. സൃഷ്ടാവായ ദൈവമായിട്ടുള്ള കൂട്ടായ്മയും ആ കൂട്ടായ്മയിലൂടെ ലഭിക്കുന്ന ആനന്ദവും എത്രത്തോളമെന്ന് അള്ളാഹുവിൻ്റെ അടിമയായ അറബി പ്രവാചകന് മനസ്സിലാക്കാൻ കഴിയുമായിരുന്നില്ല എന്നതാണ് അതിന് കാരണം. കാരണം ഒരു ദൈവികമായിട്ടുള്ളൊരു കൂട്ടായ്മ, ഒരു ദൈവിക കൂട്ടായ്മ ഒരിക്കലും മുഹമ്മദിന് ലഭിച്ചിട്ടില്ല. ഇറാ ഗുഹയിൽ ഇരുന്നപ്പോൾ പേര് വെളിപ്പെടുത്താത്ത ഒരു മലക്ക് വന്നിട്ട് ഞെക്കിപ്പിടിച്ച് ഇക്ര ഇക്ര എന്ന് പറഞ്ഞപ്പോൾ കാരണം എഴുത്തും വായന അറിയാൻ വയ്യാത്ത ആളുടെ അടുത്തേക്ക് വന്നിട്ട് വായിക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് വായിക്കാനാണ്, എന്ത് വായിക്കാനാണ് പറയുന്നത്? നിങ്ങൾ ഈ കച്ചവട തന്ത്രമായിട്ട് വിദേശ രാജ്യങ്ങൾ, യൂറോപ്യൻ രാജ്യങ്ങൾ അല്ലെന്നുണ്ടെങ്കിൽ കേരളത്തിലുള്ള മറ്റുള്ളവരുടെ അടുത്തേക്ക് കടന്നു ചെല്ലുമ്പോൾ തന്ത്രശാലിയായ ദൈവത്തിൻ്റെ തന്ത്രശാലിയായ അടിമയുണ്ടാക്കിയ ആ സ്വർഗത്തിലേക്ക് അനേകരെ വിളിച്ചുകൊണ്ട് പോകുമ്പോൾ നിങ്ങൾക്ക് സ്വർഗം ലഭിക്കുമോ? നിങ്ങൾക്ക് എവിടെയാണ് സ്വർഗം ലഭിക്കുന്നത്? നിങ്ങൾക്ക് സ്വർഗം ലഭിക്കാനുള്ള പോംവഴികൾ എന്താണ്? എന്നെ കേട്ടവരോട് പറയണം, വിശുദ്ധ വേദപുസ്തകത്തിൽ ഫിലിപ്പിയ ലേഖനം 3:20-21 പറയാണ്, നമ്മുടെ പൗരത്വമോ സ്വർഗത്തിലാവുന്നു, അവിടെ നിന്ന് കർത്താവായ യേശുക്രിസ്തു രക്ഷിതാവായി വരും എന്ന് നാം കാത്തിരിക്കുന്നു. അവൻ സകലവും തനിക്ക് കീഴ്പ്പെടുത്താൻ കഴിയുന്ന തൻ്റെ വ്യാപാര ശക്തി കൊണ്ട് നമ്മുടെ താഴ്ചയുള്ള ശരീരത്തെ തൻ്റെ മഹത്വമുള്ള ശരീരത്തോട് അനുരൂപമായി രൂപാന്തരപ്പെടുത്തും. നമ്മുടെ സ്വർഗത്തിൽ വസിക്കുന്ന കർത്താവായ യേശുക്രിസ്തു നമ്മുടെ രക്ഷിതാവായിട്ട് വരും. കാരണം ഉയർത്തെഴുന്നേറ്റ ക്രിസ്തുവിൻ്റെ ശരീരത്തോട് തുല്യമായ ശരീരമായിരിക്കും അത്. എത്ര ഭാഗ്യമുള്ള പദവിയാണെന്നറിയോ? ഒരു ക്രിസ്തീയ വിശ്വാസിക്ക് താൻ പ്രിയം വെച്ച നാട്ടിലേക്ക് കടന്നു പോകുമ്പോൾ അവിടെ തൻ്റെ പ്രിയനെ കാണുവാൻ, തൻ്റെ കർത്താവായ യേശുക്രിസ്തുവിനെ കാണുവാൻ സാധിക്കും. ഇസ്ലാമിൻ്റെ സ്വർഗത്തിൽ മറ്റ് ചില ശബ്ദങ്ങൾ കൂടി വരുമ്പോൾ, ചന്തയിലൊക്കെ എന്തെക്കാൾ നിശബ്ദമായ ചന്തയായിരിക്കത്തില്ലല്ലോ, ചന്തയിലുമൊക്കെ വലിയ ശബ്ദങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുമ്പോൾ വിശുദ്ധ വേദപുസ്തകത്തിലെ സ്വർഗത്തിൽ വെളിപ്പാട് പുസ്തകം എടുത്ത് വായിക്കാൻ കാണാം, അവിടെ സകലരും ദൈവത്തെ സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യുകയാണ് ചെയ്യുന്നത്. സ്വർഗീയ സ്തുതികളാണ് അവിടെ ഉണ്ടാകുന്നത്. ചന്തയിലുണ്ടായിരിക്കുന്ന പോലെ കലപില ശബ്ദങ്ങളോ മറ്റുള്ളതോ ഒന്നുമല്ല. എന്നെ കേട്ട നിങ്ങളോട് പറയുകയാണ്, നിങ്ങൾ ഇത്തരം കച്ചവടതന്ത്രത്തിൽ വീണുപോയ മുസ്ലിങ്ങളെ നിങ്ങളോട് പറയാണ്, നിങ്ങൾക്കൊരു മടങ്ങിവരവുണ്ട്. നിങ്ങളുടെ ശരീരം, ഈ ഭൂമിയിൽ നഷ്ടപ്പെട്ട നിങ്ങളുടെ ആത്മാവിനെ സംരക്ഷിക്കുന്ന ഒരാളുണ്ട്. മനസ്സിലായോ? ആ സംരക്ഷിക്കുന്ന ആളാണ് പറഞ്ഞത്, ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാകുന്നു. ആ സത്യമായ വഴിയിലൂടെ നടക്കാൻ, നിത്യജീവന അവകാശികളാകുവാൻ ഞങ്ങൾ ഇന്ന് നിങ്ങൾക്ക് ബുദ്ധി ഉപദേശിക്കുകയാണ്. നിങ്ങളോട് പറയുകയാണ്, എന്നെ കേട്ട എല്ലാവരോടും പറയുകയാണ്, ആകാശത്തിന് കീഴിൽ മനുഷ്യരുടെ ഇടയിൽ നൽകപ്പെട്ട ഒരു നാമം കർത്താവായ യേശുക്രിസ്തു എന്ന നാമം. ആ നാമത്തിൽ വിശ്വസിച്ചാൽ നീ നിൻ്റെ കുടുംബവും രക്ഷ പ്രാപിക്കും. എത്ര വലിയ പ്രശ്നങ്ങളിലൂടെ നിങ്ങൾ കടന്നുപോയാലും, ഏതൊക്കെ വിഷയത്തിലൂടെ മുമ്പോട്ട് പോയെന്ന് പറഞ്ഞാലും, ജീവനുള്ള ദൈവമായ ക്രിസ്തുവിലേക്ക് നിങ്ങളൊന്ന് തിരിയുക. പ്രത്യേകിച്ച് നിങ്ങളുടെ ശരീരത്തെയും നിങ്ങളുടെ ആത്മാവിനെയും വലിയൊരു നഷ്ടത്തിലേക്ക് വിടാതെ, ഇസ്ലാമിക ലോകമേ, എന്നെ കേട്ട എല്ലാവരോടും പറയുകയാണ്, നിങ്ങളുടെ ആത്മാവിനെയും ശരീരത്തെ നഷ്ടപ്പെടുത്തി കളയാതെ നിങ്ങളുടെ ജീവിതത്തെ നല്ലൊരു രൂപാന്തരത്തിലേക്ക് കൊണ്ടുവരണമെങ്കിൽ അത് കർത്താവായ യേശുക്രിസ്തുവിന് മാത്രമേ സാധിക്കത്തുള്ളൂ. കാരണം അവൻ സകല മനുഷ്യർക്കുമായി ക്രൂശിക്കപ്പെട്ടു, മരിച്ചു, അടക്കപ്പെട്ടു, ഉയർത്തെഴുന്നേറ്റ് ഇന്നും ജീവിച്ചിരിക്കുന്നു. സ്വർഗത്തിൽ നിന്ന് കടന്നു വന്നതുപോലെ അവൻ സ്വർഗത്തിലേക്ക് പ്രവേശിച്ചു. സ്വർഗത്തിൽ നിന്ന് കടന്നു വന്നതുപോലെ അവൻ സ്വർഗത്തിലേക്ക് പ്രവേശിക്കുക മാത്രമല്ല, ആ ക്രിസ്തുവിൽ വിശ്വസിക്കുന്നവർക്ക് ആ സ്വർഗത്തിലും പ്രവേശനമുണ്ട്. നിങ്ങളെ കർത്താവായ യേശു ക്രിസ്തു ധാരാളമായി അനുഗ്രഹിക്കട്ടെ. അടുത്ത എപ്പിസോഡിൽ കർത്താവ് അനുവദിച്ചു കഴിഞ്ഞാൽ ഈ ഹൂറികളുടെ എണ്ണവും, ഹൂറികൾക്ക് എന്തൊക്കെയാണ് അവിടെ ഉള്ളതെന്നും, ഏതൊക്കെ രീതിയിൽ അവിടെ ജീവിക്കാൻ പറ്റുമെന്നുള്ളതും, ഹൂറികളെ എങ്ങനെയാണ് സൃഷ്ടിച്ചതെന്നുള്ളതും അടുത്ത എപ്പിസോഡിൽ ചെയ്യുവാൻ ആഗ്രഹിക്കുന്നു. ദൈവം എല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ഇന്ന് പ്രത്യേകമായി പറയാനുള്ളത്, മാനസാന്തരപ്പെട്ട് സുവിശേഷത്തിൽ വിശ്വസിച്ച് ഒരു പുതു സൃഷ്ടിയായി തീരുവാൻ നിങ്ങളെല്ലാവരെയും
യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്വാഗതം ചെയ്യുന്നു. ദൈവം എല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ.